ഹലോ, അതിന്റെ തുടക്കം കണ്ടുവിട്ടാ നല്ലൊരു തുടക്കം തന്നെയായിരുന്നു. അതായത് വിസ്മയ മോഹൻലാലിന്റെ തുടക്കം എന്ന സിനിമ ആദ്യം മുതലേ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇന്റർവ്യൂവിൽ വരെ കണ്ടിരിക്കാൻ നല്ല ത്രില്ലിംഗ് തന്നെയാണ്. ഇന്റർവ്യൂവിൽ വരെ ഒരു ക്രൈം ത്രില്ലറിന്റെ ഭാഗമായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇന്റർവ്യൂവിൽ വരെ ആ ഇന്റർവ്യൂവിൽ കൊണ്ട് നിർത്തുന്നത് വീണ്ടും കാണാനുള്ള ഒരു ത്രില്ലിങ്ങോടെയുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു നിർത്തലാണ്. അത് അടിപൊളി, നമുക്ക് വീണ്ടും കാണാൻ തന്നെ തോന്നും. ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം പടം നല്ല രീതിക്ക് തന്നെ അടിപൊളി ഒരു കത്തി കയറുന്നുണ്ട്. അവിടെ നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞ് കുറച്ചു നേരം പോയ ഒരു ചെറിയൊരു ലാഗ് തോന്നുമെങ്കിലും നമ്മുടെ ലാലേട്ടൻ വന്ന് അതങ്ങ് ബൂസ്റ്റ് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് പൊക്കും. അങ്ങനെ പടം തുടക്കം മുതൽ അവസാനം വരെയും ബോറില്ലാതെ കണ്ടിരിക്കാൻ നന്നായിട്ടുള്ള ഒരു പടം തന്നെയാണ്. അതായത് ഫാമിലികൾക്കൊക്കെ, പെൺകുട്ടികൾക്കും ഫാമിലികൾക്കും ഒരു റിലേറ്റഡ് ആകുന്ന ഒരു കഥാപാത്രം കഥയും തന്നെയാണ്. അതായത് ഏറ്റവും കൂടുതൽ പറഞ്ഞു വരുന്നത് ഈ സമൂഹത്തോട് പറയാനുള്ളത്, ഇന്നത്തെ കാലഘട്ടത്തിൽ കഞ്ചാവ് മയക്കുമരുന്ന് പോലെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ട് വരുന്നത് കാരണം അതിലുണ്ടാകുന്ന പെൺകുട്ടികളും കുടുംബങ്ങൾക്കും നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇതിലൂടെ കഥാപാത്രമായി പോകുന്നത്. കഥയിലൊക്കെ ഞാൻ ആദ്യം കടക്കുന്നില്ല, എങ്കിലും പെൺകുട്ടികൾക്കും കുടുംബത്തിനും ഫാമിലിക്കും വളരെ ഇഷ്ടമാകും. അതായത് ഇനി പെൺകുട്ടികൾ ആയോധന കല പഠിക്കേണ്ടി വരും എന്നുള്ളതാണ് ആ സിനിമയിൽ പറഞ്ഞു പോകുന്ന കഥാസാരം. കാരണം ഇത്തരം രംഗങ്ങൾ നമ്മൾ നേരിടണമെങ്കിൽ, അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അത് നേരിടണമെങ്കിൽ അത് വേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഫാമിലിക്ക് പടം നന്നായി ഇഷ്ടപ്പെടും. അതുമാതിരി തന്നെ തുടക്കം തന്നെയാണ്. നല്ല ഗംഭീരമായിട്ട് വിസ്മയ മോഹൻലാൽ തകർത്തുണ്ട്. പിന്നെ വിസ്മയ മോഹൻലാലിന്റെ അഭിനയത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട്. വിസ്മയ മോഹൻലാലിന്റെ അഭിനയത്തെക്കുറിച്ച് കുറേ സംഖ്യകൾ ഈ പടം മോളുടെ വിസ്മയ മോഹൻലാലിന്റെ ഈ പടം കാണരുത്, അതായത് തുടക്കം പറഞ്ഞ് കാണരുത്, ഞങ്ങൾ ആരും കാണില്ല എന്ന് കുറെ സംഖ്യകൾ വന്ന് പറയണ്ടായിരുന്നു. ഈ പടം കാണാൻ പാടില്ല. അവരെയൊക്കെ ഭാര്യയും ഭർത്താവും കൂടി ഇരുന്ന് എന്തെങ്കിലും പറയുന്നവർ, എന്തെല്ലാമോ ആരോപിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞ് ലേബൽ ഒട്ടിച്ച് വിടണ്ട. അല്ല, അതൊക്കെ പോട്ടെ. അവിടെ തൽക്കാലം മോളുടെ പ്രൊമോഷൻ ഒക്കെ നടക്കട്ടെ. പടം എന്നാ റിലീസ് ഹിറ്റാവൂ, കാണിക്കാം. കുറച്ച് ചാണകം എടുക്കട്ടെ? വേണ്ട, കണ്ടാത്തോണ്ട. മോഹൻലാലിന്റെ മകള് കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയ സമയത്ത് അവർക്കെതിരെ ഉണ്ടായ വിമർശനങ്ങളെ സൈബർ ആക്രമണം, അതായത് ഈ ഡൽഹിയിലുണ്ടായ ഈ വിദ്യാർത്ഥികളുടെ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് വിസ്മയ മോഹൻലാൽ ഒരു പോസ്റ്റ് ഇട്ടു, അവർക്ക് അനുകൂലിച്ചുകൊണ്ട്. അതിനെതിരെ BJPയിലെ ആളുകൾ ഒരുപാട് സൈബർ ആക്രമണമാണ് വിസ്മയ മോഹൻലാലിനെതിരെയും കുടുംബത്തെയും അവർ സൈബർ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിന് വ്യക്തമായ കാരണങ്ങൾ മോഹൻലാലിന്റെ മകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ സ്വകാര്യത ലൈഫിൽ നിങ്ങൾ എന്തിന് കയറി ഇടപെടുന്നു എന്നുള്ളതും അവർ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ നമ്മുടെ മേജർ രവി എന്ന് വിളിക്കാൻ പാടില്ല, വെറും രവി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോഹൻലാലിന്റെ മകൾക്ക് അതിന് മാത്രമുള്ള ബുദ്ധിയില്ല, അതിന് മാത്രമുള്ള കഴിവുകളില്ല, രാഷ്ട്രീയത്തെക്കുറിച്ചൊരു അറിവില്ല, ഒന്നിനെക്കുറിച്ചും ബോധമില്ല എന്ന് മേജർ രവി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രവി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തെറ്റായ തീരുമാനമാണ്. മറ്റൊരാളുടെ സ്വകാര്യതയിൽ കയറി ഇടപെടാൻ അർഹത എന്താ സാർ നിങ്ങൾക്ക്? അത് ഒരിക്കലും ശരിയല്ലല്ലോ. മോഹൻലാലിന്റെ മകൾക്ക് പ്രായപൂർത്തിയായ മകളാണ്, 30-35 വയസ്സുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് എല്ലാം നന്നായിട്ട് അറിയാവുന്നത് തന്നെയാണ്, നല്ല അറിവോട് കൂടി തന്നെയാണ് പെരുമാറുകയും ചെയ്യുന്നത്. മോഹൻലാലിന്റെ മകൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ആ കുടുംബത്തെ അങ്ങനെ മോശമായിട്ട് ഒരു ബുദ്ധിയില്ല എന്ന് പറയുമ്പോൾ അത് അവർ കുടുംബത്തെ ബാധിക്കുന്നത്. അവരുടെ സ്വകാര്യതയിലും സ്വന്തം കാര്യങ്ങൾ ഇടപെടാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നിട്ടുള്ളത്? നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യമോ, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെയോ, നിങ്ങളുടെ ഫാമിലിയിലുള്ളവരുടെയോ, നിങ്ങളുടെ മക്കളുടെ കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാം. മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടാനുള്ള അവകാശം നിങ്ങൾക്കില്ല. നിങ്ങൾ വേണമെങ്കിൽ, ഞാൻ മേജറായിരുന്ന സമയത്ത് അവിടെ ബോർഡറിൽ ഒരുപാട് പേരെ വെടിവെച്ചിട്ടുണ്ടോ, കൊന്നിട്ടുണ്ടോ, എതിരാളികളെ വീഴ്ത്തിയിട്ടുണ്ടോ എന്നൊക്കെ പറയാം. അതിനോട് വേണമെങ്കിൽ കുറച്ച് തള്ളും ചെയ്യാം. മറ്റൊരാളുടെ കാര്യങ്ങൾ ഇടപെടരുത്. അതുമാതിരി തന്നെ അദീന ഭാരതി എന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോഹൻലാലിന്റെ മകളുടെ ഈ പടം കാണരുത്, അഭിനയം പോരാന്ന്. ഈ അദീന ഭാരതിക്ക് ഇങ്ങനെ ചിലക്കാന്നല്ലാണ്ട് അതിന് കാര്യമായിട്ട് ഒന്നും അറിയില്ല. ഈ ചാണകത്തിൽ വീണത് കൊണ്ടാകാൻ തോന്നുന്നു, വളരെ ബുദ്ധിശൂന്യമായിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെ ഭാരതീയൻ എന്ന് പറഞ്ഞൊരു എടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്, മോഹൻലാലിന്റെ മകളല്ലേ, അവൾക്ക് എന്ത് അഭിനയം, അവൾക്കൊന്നും അഭിനയിക്കാൻ അറിയില്ല. പടം 7-ാം തീയതിയിലെ റിലീസിങ്, കണ്ടു നോക്കാം. നമുക്ക് അഭിനയിക്കാനും അറിയില്ല, അവൾക്ക് ഒന്നും അറിയില്ല, നമുക്ക് കാണാം, അത് പൊളിയുള്ളൂ എന്ന്. താനാണോ തീരുമാനിക്കുന്നത് മോഹൻലാലിന്റെ മകൾക്ക് അഭിനയിക്കാൻ അറിയില്ല, പടം പൊളിയുന്നു? മുല്ലപ്പൂമ്പടി ഏറ്റ് കിടക്കും കല്ലിനുമുണ്ട് ഒരു സൗരഭ്യം എന്ന് പറഞ്ഞ മാതിരി ഇത്രയും വലിയൊരു മഹാനടന്റെ മകൾക്ക് എങ്ങനെയായാലും അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയാൻ താനാണോ തീരുമാനിക്കുന്നത്? പടം കണ്ടിട്ട് നീ അഭിപ്രായം പറ, പടം കണ്ടിട്ട് പറ. ആദ്യമായിട്ട് അഭിനയിച്ച ഒരു പടവും ഹിറ്റായിട്ടുമില്ല, ഒരു നടനെയും പിന്നീട് അവർ പരാജയപ്പെട്ട് പോയിട്ടുമില്ല. പിന്നീട് അവരൊക്കെ അഭിനയം കാഴ്ചവെച്ച് ഗംഭീരമായി ഇന്ന് ഏറ്റവും നല്ല അഭിനേതാവും നല്ല ഹീറോ ആയ ആളുകളാണ്. ആ തുടക്കത്തിൽ പൊളിഞ്ഞവരൊക്കെ ഇന്ന് നല്ല സ്റ്റാറുകളായിട്ടുണ്ട്. അതുമാതിരി വിസ്മയ മോഹൻലാലിന്റെ തുടക്കം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പൊളിഞ്ഞിട്ടില്ല. പക്ഷെ അഭിനയം എന്ന് പറഞ്ഞാൽ ഒരു തുടക്കക്കാരിയാണെന്ന് ഒരു അഭിനയമേ അതിൽ തോന്നുന്നില്ല. അപ്പം നല്ലപോലെ അഭിനയിക്കാൻ കഴിവുള്ള കാലിബറുള്ള ഒരാൾ തന്നെയാണ് മോഹൻലാലിന്റെ മകള്. അതുകൊണ്ട് നീയൊന്നും കണ്ടില്ലെങ്കിലും വിരോധമില്ല, അവിടെ ബാക്കിയുള്ളവർ കാണാൻ ആളുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചാണക സംഖ്യകൾ വന്നിട്ട് കാണില്ല എന്നോ അഭിനയിക്കാൻ അറിയില്ല എന്നോ എന്ന് പറയേണ്ട ഒരു കാര്യമില്ല. പടം കണ്ടിട്ട് അഭിപ്രായം പറയാം. പടം ഗംഭീരമാണ്, നല്ല തുടക്കം തന്നെയാണ്. ഇനി ആ തുടക്കത്തിലൂടെ കത്തി കയറി തന്നെ ചെയ്യും. ഇത്തരം ചാണകപ്പൊളികൾ, ചാണക സംഖ്യകൾ വന്നിട്ടാണ് ഓരോ അഭിപ്രായങ്ങൾ പറയുന്നത്. വിസ്മയ മോഹൻലാലിന് അഭിനയിക്കാൻ അറിയില്ല എന്ന് നിങ്ങളാണ് പറയുന്നത്.
ഭാരതി എന്ന് പേരിട്ടുകൊണ്ട് നീ ഒരു ഭാരതീയനാവില്ല. ഇത്രയും വർഗീയത വിഷം തുപ്പുന്ന നിങ്ങൾ ഭാരതി എന്ന് പേരിട്ടുകൊണ്ടോ ഭാരതി എന്ന് പേരിട്ടുകൊണ്ടോ നിങ്ങൾ ഒരു ഭാരതീയനാവില്ല. യഥാർത്ഥ ഭാരതി എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരുത്തനാണ് ഒരു ഭാരതീയൻ. അല്ലാതെ പേരിൽ വെറുതെ ഭാരതി എന്ന് ഇട്ടുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്കെതിരെ വർഗീയത പറഞ്ഞും വർഗീയത പ്രചരിപ്പിച്ചും വർഗീയത വിഷം തുപ്പുന്ന നിങ്ങളൊന്നും ശരിക്കും യഥാർത്ഥ ഭാരതീയനല്ല. അത് വെറും പേര് മാത്രമാണ്. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഇടപെടുമ്പോൾ അത് അറിഞ്ഞുകൊണ്ട് ഇല്ലെങ്കിൽ ആ സിനിമ കാണാതെ അഭിപ്രായം പറയരുത്, കണ്ടുകൊണ്ട് നിങ്ങൾ അഭിപ്രായം പറയാം. മുമ്പ് കൂടി അഭിപ്രായം പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത്? അപ്പോൾ നല്ലൊരു സിനിമയാണ്, തുടക്കം ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള പടമാണ്. അപ്പോൾ എല്ലാവരും കാണണം, കണ്ട് വിലയിരുത്തുക. അല്ലാതെ റിവ്യൂ കേട്ടൊന്നും ഒരാളും പടത്തിന് വിലയിരുത്തരുത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. തുടക്കം തന്നെയാണ്.